മഴക്കാലം ഇങ്ങ് എത്തിയില്ല, അതിനു മുമ്പേ തന്നെ മഴക്കെടുതികൾ രൂക്ഷമായി. നമ്മുടെ കൊല്ലം ജില്ലയിലെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുകളുണ്ടായി. നമുക്കറിയാം, നമ്മുടെ അറബിക്കടലിൽ രൂപം കൊണ്ട് ചക്രവാത ചുഴിയാണ് സംസ്ഥാനത്തുണ്ടായ പേമാരിക്കൊക്കെയും കാരണമായിരിക്കുന്നത്. മഴക്കെടുതി നേരിടാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും റവന്യൂ വകുപ്പും ചേർന്ന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വേനൽച്ചൂടിൽ നിന്ന് അല്പം ആശ്വാസമായ ഒരു മഴ പെയ്തപ്പോഴത്തേക്കും നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ജലാശയങ്ങളിലേക്കും വെള്ളച്ചാട്ടങ്ങളിലേക്കുമുള്ള യാത്രകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒരു ചെറിയ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിലെ ജലാശയങ്ങളിലേക്കും വെള്ളച്ചാട്ടങ്ങളിലേക്കുമുള്ള യാത്രകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തോട് ഒപ്പം തന്നെ നമ്മുടെ കൊല്ലം ജില്ലയും മഴക്കെടുതികൾ നേരിടാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കളക്ട്രേറ്റിലും താലൂക്ക് ഓഫീസുകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ സജ്ജമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മഴക്കെടുതി മൂലമുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ എമർജൻസി ഓപ്പറേഷൻ നമ്പറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. താഴെ കാണുന്ന എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കും ടോൾ ഫ്രീ നമ്പറിലേക്കും ഏത് സമയത്തും മഴക്കെടുതി മൂലമുള്ള പ്രശ്നങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.